RCBക്ക് ഇന്ന് 172 റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഈ റൺസ് മറികടക്കണമെങ്കിൽ മികച്ച രീതിയിൽ കളിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാജസ്ഥാൻ ടീമിനെ രക്ഷിച്ചത് ജയ്സ്വാളാണ്. ഓപ്പണിങ്ങിൽ ജയ്സ്വാൾ അടിച്ചു കളിച്ചു. അതാണ് രാജസ്ഥാന് വിജയം സമ്മാനിച്ചത്. 45 റൺസാണ് ജയ്സ്വാൾ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു കൂട്ടിയത്. ബാക്കി ആരും തന്നെ രാജസ്ഥാൻ ടീമിൽ ഫോം ആയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കളി കഴിഞ്ഞ് ജയ്സ്വാളിന് അവാർഡ് കിട്ടി. ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ്സ്വാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മാച്ച് ഞങ്ങളെ സംബന്ധിച്ച് ജീവന്മാരുടെ പോരാട്ടമാണ്. തോറ്റാൽ ഞങ്ങൾ IPL നിന്ന് പുറത്താണ്. അതെനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓപ്പണിങ്ങിൽ ഞാൻ ഫോം ആകണമെന്നാണ് സഞ്ജു പറഞ്ഞത്. ഓപ്പണിംഗ് ആണ് ഒരു ടീമിൻ്റെ അടിത്തറ. അത് നിന്നിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നീ ഇന്ന് നല്ല കളി പുറത്തെടുക്കണം. സഞ്ജുവിൻ്റെ ഈ വാക്കുകളാണ് എനിക്ക് പ്രചോദനമായത്. സഞ്ജു ഒരുപാട് സപ്പോർട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഞാനിന്ന് ഫോമാകാൻ കാരണം സഞ്ജുവാണ്. ഇന്നത്തെ മാച്ച് രാജസ്ഥാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ക്യാപ്റ്റൻ സഞ്ജു തന്നെയാണ്. രാജസ്ഥാൻ ടീം ഇങ്ങനെ കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. മികച്ച ബൗളിംഗാണ് കാഴ്ചവെച്ചത്. അടുത്ത മത്സരത്തിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് ജയ്സ്വാൾ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ ആവേശത്തിലാണ്. അടുത്തൊരു മത്സരം കൂടി രാജസ്ഥാൻ ജയിച്ചിരിക്കുകയാണ്. അതും RCB ടീമിനെയാണ് രാജസ്ഥാൻ തോൽപ്പിച്ചിരിക്കുന്നത്. RCBയുടെ അഹങ്കാരം മാറിക്കിട്ടിയെന്നാണ് ആരാധകർ പറയുന്നത്. ഒരു മാച്ച് ജയിക്കുമ്പോഴേക്കും RCB കപ്പ് നേടിയ അഹങ്കാരമായിരുന്നു. എന്നാൽ രാജസ്ഥാന് മുന്നിൽ RCBയുടെ ഷോ നടന്നില്ല. രാജസ്ഥാൻ RCBയെ അട്ടിമറിച്ചു. അടുത്ത മത്സരത്തിൽ ഹൈദരാബാദിനെ തോൽപ്പിച്ചാൽ രാജസ്ഥാൻ ടീമിന് ഫൈനലിലേക്ക് എത്താൻ സാധിക്കും. ഇപ്രാവശ്യം സഞ്ജു രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. രാജസ്ഥാൻ കപ്പ് നേടാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.